PSW കിട്ടാതിരിക്കുമോ എന്തെങ്കിലും കാരണം കൊണ്ട് പാസ്സാകാതിരിക്കുക, ഒരു സബ്ജക്റ്റ് ഫെയിലായി, അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് സെൽഫ് ബിസിനസ് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. കെയർ വിസ വന്നുകൊണ്ട് ഒരുവിധം എല്ലാ കുട്ടികളും രക്ഷപ്പെട്ടിരിക്കുകയാണ്. സ്റ്റേ ബാക്ക് പീരീഡ് ഒരിക്കലും ILRലോട്ട് കൗണ്ട് ചെയ്യില്ല. നാട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് വരുന്നവർ PSW ഉണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയി. ഹലോ ഗൈസ്, ജിപ്സിമല്ലസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജിപ്സിമല്ലസിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് PSW ആണ്. അപ്പോൾ PSW നമുക്ക് UK പഠിക്കാൻ വരുന്ന എല്ലാവരുടെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് PSW. എന്നാൽ നമ്മൾ 1 ഇയർ കോഴ്സ് ആയാലും 2 ഇയർ കോഴ്സ് ആയാലും PSW കിട്ടുമോ എന്നുള്ളത് ഭയങ്കരമായൊരു ചോദ്യചിഹ്നമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് ഞാനൊരു സോളിസിറ്ററോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓതറൈസ്ഡ് ഒരു പേഴ്സണോ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡുള്ള ഫുൾ വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ കുറേ പേരെ കണ്ടിട്ടുണ്ട്, അവരുടെ ഫുൾ എക്സ്പീരിയൻസ് എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റെഫറൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. പക്ഷേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൺസേൺ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു സോളിസിറ്ററെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ PSW എന്ന് പറഞ്ഞു. ആക്ച്വലി അത് PSW എന്ന് പറയുന്നത് മുൻപായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥ പേര് ഗ്രാജുവേറ്റ് റൂട്ട് വിസ എന്നാണ്. ഇതിൽ UKVA റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് ബാച്ചിലേഴ്സ് കോഴ്സ് ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സ് 12 മന്ത്സോ അതിന് മേലെയോ ഉള്ളവർക്കാണ് ഗ്രാജുവേറ്റ് റൂട്ട് വിസ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് നമുക്ക് 2 വർഷത്തെ വിസയാണ് ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ PhD ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ വിസയാണ് അവർ കൊടുക്കുന്നത്. ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്കുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് UKVAയുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് നമ്മൾ UK ആരാണോ ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അവർ UK പ്രസൻ്റ്ലി അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ അവർ ഉണ്ടായിരിക്കേണ്ട വിസ സ്റ്റുഡൻറ്റ് വിസയാണ്, Tier 4 വിസയാണ് സ്റ്റുഡൻറ്റ് വിസ. അതുപോലെ തന്നെ അവർ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കോഴ്സ് UK ബാച്ചിലേഴ്സ് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, എലിജിബിൾ കോഴ്സസ് അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതിൽ പോയി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഏതൊക്കെ കോഴ്സസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഓൾറെഡി ഉണ്ട്. ഇവർ പറയുന്ന മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ക്യാഷ് ലെറ്റർ, കണ്ടീഷൻസ് ഓഫ് ആക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരമൊരു ലെറ്ററിൻ്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ PSW അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ വെച്ച് കഴിയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾറെഡി നമ്മൾ കോഴ്സ് സക്സസ്ഫുള്ളി പാസ്സായി മാത്രമാണ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുള്ളൂ, ഹോം ഓഫീസിനെ അറിയിക്കുള്ളൂ, അതായത് UKVനെ അറിയിക്കുള്ളൂ നമ്മൾ പാസ്സായിരുന്നു. എന്നാൽ മാത്രമാണ് നമുക്ക് PSW എലിജിബിൾ ആയിരിക്കുള്ളൂ. ക്യാഷ് നമ്പർ ഓൾറെഡി യൂണിവേഴ്സിറ്റിയുടെ കയ്യിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി UKVനെ അറിയിക്കും. അപ്പോൾ നമ്മുടെ ക്യാഷിൽ അവിടെ ഓൾറെഡി അപ്ഡേറ്റ് ആയിരിക്കും ഈ കുട്ടി സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ആയിരുന്നു. ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ കയ്യിലൊരു BRP മാത്രം മതി. കോഴ്സ് സക്സസ്ഫുള്ളി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് മെയിൽ അയക്കും, ഞങ്ങൾ ഗ്രാജുവേറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുകയാണെന്ന്. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി നേരിട്ട് UKVനെ അറിയിക്കുന്നു, നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് വിസ കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇനി അതുപോലെ നമുക്ക് PSWയിൽ എത്ര കാലം നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. നമ്മൾ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ ബാച്ചിലേഴ്സ്, ഇത് 2 കോഴ്സും കഴിഞ്ഞവർക്ക് 2 വർഷമാണ്. ഇനി അഥവാ PhD ആണെന്നുണ്ടെങ്കിൽ അഥവാ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സാണ് സ്റ്റേ ബാക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇതിൽ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഈ ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ അതായത് സ്റ്റേ ബാക്ക് പീരീഡ് ഒരിക്കലും ILRലോട്ട് കൗണ്ട് ചെയ്യില്ല. ILR എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. അതായത് നമുക്ക് PR പെർമനൻറ്റ് റെസിഡൻസ്, UKയിൽ നിങ്ങൾ പെർമനൻ്റ് ആണ് ആഗ്രഹിക്കുന്നവർ സ്റ്റുഡൻറ്റ് വിസയോ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയോ ഒരിക്കലും കൗണ്ട് ചെയ്യില്ല. നിങ്ങളിവിടെ ഇപ്പോൾ കാനഡയിലൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലം നിങ്ങൾ പഠിക്കുന്ന സമയം തൊട്ടേ കൗണ്ട് ചെയ്ത് തുടങ്ങും. എന്ത്, നിങ്ങളുടെ PRലോട്ട് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടാനായിട്ട് നിങ്ങളുടെ അതുകൊണ്ട് കൗണ്ട് ചെയ്യും. അതിന് പോയിൻറ്റ്സ് എലിജിബിളാണ്. UKയുടെ റൂൾ അനുസരിച്ച് ഒരിക്കലും നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല സ്റ്റുഡൻറ്റ് വിസ ഇല്ലെങ്കിൽ സ്റ്റേ ബാക്ക് അഥവാ ഗ്രാജുവേറ്റ് റൂട്ട് വിസ. ഇതിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് PRലോട്ട് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് തന്നെ വർക്ക് വിസയിലോട്ട് മാറണം. ഇതെന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഫുൾ ടൈം വർക്ക് ചെയ്യാം, നമുക്ക് സെൽഫ് ബിസിനസ് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റാത്തുള്ളൂ. ഒന്ന്, പ്രൊഫഷണൽ സ്പോർട്സ് പേഴ്സണായിട്ട് ഗെയിംസ് കളിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. പബ്ലിക് ഫണ്ട്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പബ്ലിക് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്, നിങ്ങൾക്ക് 2 പേർക്കും ജോലി ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ടൊക്കെ കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും, പക്ഷേ അത് ഇല്ലീഗലാണ്. നിങ്ങളുടെ വിസയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇനി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങളെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ബാൻ ചെയ്ത് പുറത്താക്കും. അത് ശ്രദ്ധിക്കുക. ഇനി ഗ്രാജുവേറ്റ് വിസയ്ക്ക് എത്ര രൂപ ചിലവാകുന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 755 പൗണ്ടാണ് അപ്ലിക്കേഷൻ ഫീസിൻ്റെ ചാർജ് വരുന്നത്. അതുപോലെ നിങ്ങൾ വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരും. അപ്പോൾ ഹെൽത്ത് സർചാർജ് ഉണ്ട്, IHS ഫീസ് കൊണ്ട് നിങ്ങൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഹെൽത്ത് സർചാർജ് അനുസരിച്ച് 624 പൗണ്ട്സാണ് ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2 പേരുണ്ടെന്ന് നിങ്ങൾ ഒരാൾക്കപ്പോൾ ഏകദേശം 2 കൊല്ലത്തേക്ക് ഏകദേശം 1200 ചില്ലാൻ സംതിങ് വരുന്നുണ്ട്. ഓക്കെ, പ്ലസ് അപ്ലിക്കേഷൻ ഫീസ്. ഇനി ഇത് നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ ഇത്രയും തന്നെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം. അതായത് IHS ഫീസും അപ്ലിക്കേഷൻ ഫീസും നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സിനും പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നാട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് വരുന്നവർ PSW ഉണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും ഏതിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. അത് തികച്ചും തെറ്റാണ്. നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങളാകെ ട്രബിൾ ആവരുത്. നിങ്ങൾ ബിക്കോസ് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടുപേരും ഒരേ സമയത്ത് വർക്കിന് പോകുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പക്ഷേ അങ്ങനെ പോകുന്നവർ ഇവിടെ ഉണ്ട്. PSW ടൈമിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വിസയാണ് അപ്ലൈ ചെയ്യുന്നത്. അതും നിങ്ങൾ കോഴ്സ് സക്സസ്ഫുള്ളി പാസ്സായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അപ്ലിക്കേഷൻ ഫീസ് ഇത്ര തന്നെ വരുന്നതായിരിക്കും. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഏൺ ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന പണിയാണ്. പക്ഷേ നിങ്ങൾക്കൊരു 3 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എത്ര രൂപ വരുന്നുള്ളത്. എൻ്റെ തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. അതായത് നമ്മൾ കോഴ്സ് സക്സസ്ഫുള്ളി PSW കിട്ടാതിരിക്കുമോ എന്തെങ്കിലും കാരണം കൊണ്ട്. കിട്ടാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ കോഴ്സ് സക്സസ്ഫുള്ളി പാസ്സാകാതിരിക്കുക. അതായത് നമ്മൾ പഠിക്കാൻ വന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സ് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പാസ്സാകാതിരിക്കുക. ഒരു സബ്ജക്റ്റ് ഫെയിലായി, അത് കഴിഞ്ഞ് നമ്മൾ അതിന് വീണ്ടും രജിസ്റ്റർ ഇരുന്നു, എന്നിട്ടും പാസ്സായില്ല, അവസാനം നമ്മുടെ വിസ കഴിഞ്ഞു. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിസയിലോട്ട് മാറണം. ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി കെയർ വിസ വന്നുകൊണ്ട് ഒരുവിധം എല്ലാ കുട്ടികളും രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെയിലായ കുറേ പേരുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും, വേറൊരു വിസയിലോട്ട്, വർക്ക് വിസയിലോട്ട്, കെയർ വിസയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിസയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ അത് വളരെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കോഴ്സ് സക്സസ്ഫുള്ളി പാസ്സാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വേറെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യലിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് നിങ്ങളുടെ ബാങ്കിൽ അബ്നോർമലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഗവൺമെൻറ് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ എൻ്റെ പ്യൂർലി എക്സ്പീരിയൻസ് ബേസ് ആയിട്ട് റിജക്റ്റ് ചെയ്ത കുറച്ച് പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ബാങ്കിൽ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ഒരു മണി ലോണ്ടറിങ്, അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വന്ന് പെട്ടിട്ടുള്ള കുട്ടികൾക്ക് UKV ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും ഫണ്ട് അക്കൗണ്ടിലോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്ന ഓരോ പൗണ്ടിനും നിങ്ങൾക്ക് ആൻസർ ഉണ്ടായിരിക്കണം. ഈ ഫണ്ട് എന്തുകൊണ്ട് ഇവിടെ നിന്ന് വന്നു, നിങ്ങൾക്ക് 20 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല, അത് കണ്ടുപിടിച്ചാലും പ്രശ്നമാണ്. പബ്ലിക് ഫണ്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും PSW അഥവാ ഗ്രാജുവേറ്റ് വിസ ഡിക്ലെയർ ചെയ്യാനുള്ള പ്രധാന റീസണാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാക്സിമം റിജക്ഷൻ വന്നിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ വരുന്ന കോഴ്സ് പാസ്സാവുക, 2 ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ ഇതിലെ കാര്യങ്ങളിലോ പെടാതിരിക്കുക, ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ വരുന്നവർ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഡിപ്പെൻഡൻസ് ആയി വരുന്നവർക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ സ്റ്റുഡൻ്റ് ആരാണോ അവരൊരിക്കലും ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ പേരോ കാര്യങ്ങളോ ഒന്നും വരരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് PSW അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജിപ്സിമല്ലൂസിൻ്റെ വീഡിയോ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK വരാൻ നോക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിക്കത് വലിയ സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ജിപ്സിമല്ലൂസ് വരുന്നവരേക്കും ബൈ.